എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വർഷേനെയും കൂട്ടിയിട്ട് നമ്മുടെ ശ്രീകാന്ത് ബൈക്കിൽ 100 സ്പീഡിൽ പെട്ടച്ചിങ്ങനെ പോരുകയാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ വന്ന വശം തന്നെ ശ്രീകാന്ത് അച്ഛനെ ലോക്കപ്പിൽ കണ്ട ആ ഒരു രംഗം കണ്ടിട്ട് ആകെ ഞെട്ടുകയാണ്. നമ്മുടെ സച്ചി അവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീകാന്തിനെയും വർഷേനെയും കാണുമ്പോൾ സച്ചിയുടെ നിയന്ത്രണം മുഴുവൻ വിട്ടുപോവാണ്. സച്ചി നേരെ പോയിട്ട് ശ്രീകാന്തിൻ്റെ കുത്തിന് കയറി പിടിച്ചിട്ട് മോന്തക്കിട്ട് 4 പൊട്ടീരങ്ങോട്ട് പൊട്ടിച്ചിട്ട് പറയാണ്, ഡാ നീ അങ്ങോട്ട് നോക്കടാ, അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നീ ഒരൊറ്റ ഒരുത്തനാടാന്ന് പറഞ്ഞിട്ട് നല്ല പെട ഇങ്ങോട്ട് പഠിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ CI വാഞ്ഞു വരികയാണ്. CI സച്ചിനെ ശ്രീകാന്തിനെ അങ്ങോട്ട് മാറ്റിയിട്ട് സച്ചിയോട് പറയാണ്, നിൻ്റെ ഗുണ്ടായസം കാണിക്കാനുള്ള സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ, അങ്ങോട്ട് മാറിയിക്കടാന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി CIയോട് പറയണം, സാർ ഇവൻ വന്നൂല സാർ, ഇവൻ ഒറ്റൊരുത്തൻ കാരണമാണ് സാർ എൻ്റെ അച്ഛൻ ഇപ്പോൾ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നത്, എന്തായാലും ഇവൻ വന്നില്ല സാർ, ഇവനെ അകത്താക്കിയിട്ട് എൻ്റെ അച്ഛനെ പുറത്തേക്ക് ആക്കണം സാർ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ CI ഇങ്ങനെ വർഷയുടെ അടുത്ത് വന്നിട്ട് കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ വർഷ പറയണേ, എന്നെ ആരും നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയതൊന്നുമല്ല, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ പോയതാണെന്ന് പറയുമ്പോൾ CIക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോഴേക്കും വർഷയുടെ അമ്മ വന്നിട്ട് വർഷയുടെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ വർഷ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട്, വീട് എന്നെ കയ്യിൽ നിന്ന് നിങ്ങൾ കയറി പിടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ CI വർഷയുടെ അമ്മയോടും അച്ഛനോടും പറയുകയാണ്, എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ, മനസ്സിലാക്കിയില്ലേ, അപ്പോൾ എന്തായാലും ഇയാളുടെ പേരിൽ കംപ്ലയിൻ്റ് ഇല്ല, നിങ്ങളുടെ മകൾ ഇഷ്ടപ്രകാരം പോയതാണ്, അത് ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല പറയാണ്. അങ്ങനെ രവീന്ദ്രനെ ലോക്കപ്പിൽ നിന്നും മോചിതനാവുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. എന്തായാലും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.